This call is now being recorded. Okay, ഇന്നത്തെ പ്രോബ്ലം റെക്കോർഡ് ആക്ച്വലി സേവ് ആയിട്ടില്ല. നമുക്ക് ഒന്നുകൂടെ നോട്ട് ചെയ്യാം. നിങ്ങൾ എഴുതിയതനുസരിച്ച് ഞാൻ മെയിൻ പോയിന്റ് മാത്രം നോട്ട് ചെയ്യാം. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുണ്ട്. നമുക്ക് ആ ഒരു കറക്ഷൻ വരുത്തിയിട്ട് പോവാം. ഇവിടെ കെ വാല്യൂ എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നു. റൈറ്റ്. ഓക്കെ, പറയാം. നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് തന്നെ പോവാം. സോ പ്രോബ്ലം ഓക്കെ, നമ്മുടെ പ്രോബ്ലം എങ്ങനെയായിരുന്നു? So as per the question, we have a helical compression spring which is made up of oil-tempered carbon steel and is subjected to a load that varies from. The load is varying from. This varies from 400 Newton to 1000 Newton. Okay. So we മനസ്സിലാക്കേണ്ട കാര്യം minimum load. Okay. നമ്മൾ W ആണ് എടുത്തല്ലേ. W minimum is equal to 400 Newton and W maximum is equal to 1000 Newton. Right. So the spring index value, C value is 6, right? And the design factor of safety is 1.25. Okay, factor of safety, FS നമ്മൾ കൊടുക്കാറുണ്ട്. Data book it is represented as N and take the value as 1.25. Now, if the yield stress in shear, right? Yield stress in shear ആണ്, right? In shear is equal to 770 megapascal. 770 megapascal and the endurance strength, sigma endurance is equal to 350 megapascal. Find the size of the spring, right? So first part is to find the diameter. So as I said, go to your data book, page number. So as for data book page ഇപ്പോ ഇതിലില്ല, അങ്ങനെ സേവ് ആയിട്ടുണ്ടായിരുന്നില്ല, right? Okay, അപ്പോൾ ഡാറ്റ ബുക്കിലെ പേജിലേക്ക് പോവാ. പേജ് നമ്പർ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 7.102. Right. Yes, 7.102. Right. See, അതില് ഏറ്റവും മുകളിലൊരു ഇക്വേഷൻ ഉണ്ട്, which is your amplitude equation, right? Tau. നമുക്ക് ഇവിടെ കാണേണ്ടത് അൾട്ടിമേറ്റ്ലി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട സാധനം ഡയമീറ്റർ ആണ്. See, നമുക്ക് അതിന്റെ ലോജിക്ക് ഞാൻ പറയാം. ഓക്കെ, അതിനുശേഷം സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡയമീറ്റർ അല്ലെങ്കിൽ സൈസ് ഓഫ് ദ വയർ സ്മോൾ ഡി ആണ് കിട്ടുന്നത്, റൈറ്റ്? സോ ഓക്കെ, സോ പക്ഷെ ഇവിടെ നമ്മൾ കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ അല്ലെങ്കിൽ സ്പ്രിങ്ങിന്റെ ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യുന്നതുപോലെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഇക്വേഷൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫറ്റീഗ്, അല്ലെ? ഫറ്റീഗ് ആണ്, സൈക്ലിക് ലോഡിങ്ങിന്റെ പ്രോബ്ലം ആണ്, റൈറ്റ്? സൈക്ലിക് ലോഡിങ് ആയതുകൊണ്ട് തന്നെ സൈക്ലിക് ലോഡിങ് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ there is a variation in load and it is constantly varying from 1000 to 400 Newton to 1000 Newton. And again endurance limit എന്ന് പറഞ്ഞൊരു ടേമും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, endurance limit നമുക്ക് തരുന്നത് നോർമലി എന്തിന്റെ കേസിലാണ്? നമ്മുടെ ഫറ്റീഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സൈക്ലിക് ലോഡിങ്ങിന്റെ പ്രോബ്ലത്തിന്റെ കേസിൽ മാത്രമായിരിക്കും. ഫൈൻ. വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ തന്നെ രണ്ട് ലോഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫറ്റീഗിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും വേണം, അതുപോലെ ഒരു മീൻ സ്ട്രെസ്സും നിർബന്ധമായിട്ട് കണ്ടുപിടിക്കണം, അല്ലെ? ഇത് രണ്ടുമാണ് രണ്ട് ഫണ്ടമെന്റൽ പില്ലേഴ്സ് എന്ന് പറയാം, അല്ലെ? ഇത് രണ്ടും നമുക്ക് കിട്ടണം. സോ യുവർ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് ഇറ്റ് ഇസ് ഗിവൺ ഫ്രം ദ ഡാറ്റാ ബുക്ക്. എന്താ? 8 into നമുക്ക് ഡാറ്റാ ബുക്കിലെ നൊട്ടേഷൻ എടുക്കാം, KS into PA into D, റൈറ്റ്? PA എന്ന് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ലോഡ് ആണ്, റൈറ്റ്? ഡിവൈഡഡ് ബൈ നമുക്ക് into C ഇക്വേഷൻ എടുക്കാം, PA into C divided by pi D square. Again amplitude stress and your mean stress, right? Mean stress is given by 8 into KSH into P mean into C divided by pi D square, right? ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇൻപുട്ട് വാല്യൂ ഉള്ളത് മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ആദ്യം കണ്ടുപിടിക്കണം? PA വാല്യൂവും P മീൻ വാല്യൂ, അല്ലെ? P ആംപ്ലിറ്റ്യൂഡും അതുപോലെ P മീനും കണ്ടുപിടിക്കണം, റൈറ്റ്?
ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പി ആംപ്ലിറ്റ്യൂഡ് is sigma maximum minus sigma minimum divided by 2 and mean value is given by sigma maximum average ആണ് അല്ലെ plus sigma minimum by 2. Solving you will get the two values, right? Okay, ബാക്കി എല്ലാ വാല്യൂസ് നമ്മൾ given values ആണ്. C വാല്യൂ തന്നിട്ടുണ്ട്, shear stress tau ഓക്കെ എന്താണ് റൈറ്റ് ഓക്കെ സി വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ കെ എസും കെ എസ് എച്ചും കാണാം അല്ലെ. നമുക്ക് ഡാറ്റാ ബുക്കിന്റെ റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. കെ എസ് എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ഫാക്ടർ. ഓക്കെ, കെ എസ് എച്ച് ഈസ് യുവർ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ഫാക്ടർ. shear stress factor. Okay, so this direct shear stress factor ആണ് 1 plus 1 by 2c എന്ന് പറയുന്നത്. See, ഈ equation it is obtained by neglecting the curvature effect. Curvature effect. Okay, എന്താണെന്ന് വെച്ചാൽ കർവേച്ചർ എഫക്ട് എപ്പോ വരുന്നത് വെച്ചാൽ സി നമ്മൾ ഇനീഷ്യലി ഷിയർ സ്ട്രെസ് ഇക്വേഷൻ എടുക്കുന്നില്ല, ടോ ഇസ് ഈക്വൽ ടു 8p സംതിങ്, റൈറ്റ്? സോ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡെറിവേഷൻ സ്റ്റെപ്സ് എന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ വി ആർ കൺസിഡറിങ് എ ലോഡ് ആക്ടിങ് അറ്റ് ദ സെന്റർ അല്ലെ. ഈ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രിങ്ങിന്റെ ഒരു പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിന്റിൽ രണ്ട് ലോഡ് വരും, ഒന്ന് ടോർക്ക് വരും, അതുപോലെ തന്നെ അവിടെ ഒരു ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സും വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്നത് ഈ ഒരു പോയിന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ് ആണ്, ടോ ആണ്. ദാറ്റ് ഇസ് ഡ്യൂ ടു ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ആൻഡ് ടോർഷണൽ ഷിയർ സ്ട്രെസ്. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഇവിടെ വരും. ഓക്കെ, അപ്പോ പിന്നെ ഈ രണ്ട് ലോഡ് മാത്രം കൺസിഡർ ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് കോൺസ്റ്റന്റ് കെ എസ് എച്ച് ആണ്, ഡയറക്റ്റ് ഷിയർ സ്ട്രെസിന്റെ കോൺസ്റ്റന്റ് ആണ് കിട്ടുക. ഓക്കെ, നേരെ മറിച്ച് ഇവിടെ ഇൻ അഡീഷൻ ടു ദീസ് ടു സ്ട്രെസ്സസ് ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. എന്താ വെച്ചാൽ സ്പ്രിങ് കർവ്ഡ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു കർവേച്ചർ എഫക്റ്റും കൂടെ അവിടെ കൺസിഡർ ചെയ്യണം. ഈ കർവേച്ചർ എഫക്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, കെ പുതിയ വാൾസ് ഫാക്ടർ ആയി മാറും. ഓക്കെ, കർവേച്ചർ എഫക്ട് കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് വാൾ ഫാക്ടർ. ഓക്കെ, സോ ദിസ് വാൾ ഫാക്ടർ ഹാസ് ടു ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓവർ ഹിയർ. ഓക്കെ, സോ അതില് കെ എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഇല്ല, പിന്നെ കെ എസിനെ അവിടെ കർവേച്ചർ ഫാക്ടറിനെ തന്നിട്ടുള്ളൂ. സോ യു ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് കർവേച്ചർ ഫാക്ടർ വിച്ച് ഇസ് നത്തിങ് ബട്ട് യുവർ വാൾ ഫാക്ടർ. ഓക്കെ, ദാറ്റ് ഇസ് 4c minus 1 divided by 4c minus 4 plus 0.615 by d. ഓക്കെ, ഡയറക്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്നലെ ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് തന്നെ, നമ്മൾ നേരെ തിരിച്ചിടട്ടെ, കെ എസ് എച്ചും കെ എസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ചിലപ്പോൾ ഞാനത് പറഞ്ഞതിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോ ഇതാണ് കറക്റ്റ് വേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആകെ കൂടെ മാറ്റേണ്ടത് നിങ്ങൾ കെ എസ് എച്ചും എനിക്കൊന്ന് കെ വാല്യൂ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, രണ്ടും റിവേഴ്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഷിയർ സ്ട്രെസ് ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്. വൺസ് ദീസ് ടു ആർ ഫൗണ്ട് ഔട്ട്, തൊട്ട് അടുത്ത സ്റ്റെപ്പ് വിച്ച് ഇസ് 1 by factor of safety is equal to mean shear stress minus amplitude shear stress by yield stress plus 2 times tau amplitude by endurance strength. Okay, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഓക്കെ ആണ് പറയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈൽഡ് സ്ട്രെസ് ഫോർ ഷിയർ തന്നെ തന്നിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡയമീറ്റർ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം കോൺസ്റ്റന്റ് വാല്യൂ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. സിമിലർലി സെക്കൻഡ് കേസിലും മീൻ സ്ട്രെസിന്റെ കേസിലും യു വിൽ ഗെറ്റ് സം കോൺസ്റ്റന്റ് വാല്യൂ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കഴിഞ്ഞാൽ ഡിയുടെ വാല്യൂ ഇതൊന്ന് ഡയറക്റ്റ് സോൾവ് ചെയ്ത് കിട്ടും. റൈറ്റ്, ചെയ്യില്ലേ? ക്ലിയർ അല്ലേ? യെസ്, എന്നാ പ്രശ്നമുണ്ടോ? ഇപ്പൊ ചെയ്താല് പിന്നെ ചെയ്യാണ്ട് എങ്ങനെടാ ഒന്നുകൂടെ പറയാം. ഇപ്പൊ ചെയ്യാനല്ലേ? ഇപ്പൊ തന്നെ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഡി കണ്ടുപിടിക്കാം. ഡി കണ്ടുപിടിച്ച് നമുക്ക് നിർത്താം. സ്മോൾ ഡി. ബാക്കി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഡയമീറ്റർ കാണുന്നത് വരെയാണ് എന്തെങ്കിലും ഉള്ളത് അഡീഷണൽ ആയിട്ട്. കിട്ടിയ വാല്യൂ ശരിയാണോ നോക്കാം. പറഞ്ഞു ടോ എന്താ കിട്ടിയ? 4950.35/d². അത് ഇന്നലെ കിട്ടിയതല്ലേ? അല്ല, അതില് മാറ്റം വരൂലേ? 733. ഇന്നലെ കിട്ടിയില്ലല്ലോ.
ഇന്നലെ ഇത് മാറ്റമുണ്ടെന്ന് മറ്റും നോക്കാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. അത് എന്നിട്ട് മാറ്റിയാ കെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂലേ? അത് എനിക്കും അറിയില്ലേനു. ചോദിച്ചു. എങ്ങനെ 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 മനസ്സിലായി? സൗരം ഒന്ന് പറഞ്ഞാൽ മനസ്സിലായി. അല്ല ഇന്നലെ സാറിനോട് മാറിപ്പോയിന്. ആ പക്ഷെ ഞാൻ മാറ്റാണ്ട് എടുത്തിന്. അന്നേരം തന്നെ ആണോന്ന് നോക്കിയത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ കറക്റ്റ് തന്നെ എടുത്തേ. പക്ഷെ വാല്യൂന് പ്രശ്നമുണ്ടല്ലോ എന്നേരം. സാർ അപ്പൊ ഇന്നലെ പറഞ്ഞ KSHന്റെ വാല്യൂ ഏതാ? ഇന്നലെ പറഞ്ഞ KSHന് ഒരു വാല്യൂ ഇത് പറഞ്ഞിട്ടില്ലേ 7.55C അങ്ങനെ എന്തോ? ഇല്ലല്ലോ. ഇന്നലെ KSH വാല്യൂ നമ്മൾ എടുക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ വെച്ചിട്ടല്ലേ 1+1/2C. ഇന്നലെ Kന്റെ വാല്യൂ പറഞ്ഞത്. അതെ 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 അതാ പറഞ്ഞേ. അതാ നമ്മൾ മാറിപ്പോയെന്ന് പറഞ്ഞേ. അതായത് ഇപ്പൊ Kന്റെ വാല്യൂ എന്ന് വെച്ചാൽ പണ്ട് ചെയ്ത്, അതായത് ആദ്യം ചെയ്ത Kന്റെ വാല്യൂ. ആ അതെ അതെ. ഇപ്പൊ ശരിക്കും നിങ്ങൾ ഇന്നലെ ചെയ്തതിന് ഈ രണ്ട് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അത് രണ്ടും അങ്ങ് മാറ്റി കൊടുത്താൽ മതി. KSHന്റെ വാല്യൂ 1+1/2C. ആ KSH is 1+1/2C. KS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ പറഞ്ഞത് KS = 1+1/2C. അതെ അതാണ് ഇപ്പൊ പറഞ്ഞ. അതിലൊരു എറർ ഉണ്ട്. അതിങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞത്. അല്ല ഇന്നലെ സാറ് വന്നിട്ട് ഇതിലിട്ടില്ലേ ഫുൾ ഇക്വേഷനില് ടോയമിനും ടോയനും അതിനും മാറ്റേനു KSHും KS. അപ്പൊ ഇന്നലെ ശരിക്കും ശരിയല്ല. ഇന്നലെ അങ്ങനെ തന്നെ ഇട്ടെ. അല്ല ഇതിപ്പോ KSനും KSHനും മാറിയിട്ടുണ്ട്. പക്ഷെ അതേപോലത്തെ മാറ്റം ടോയമിലും ടോയലും ഉണ്ട്. അപ്പൊ അത് ശരിയായിരുന്നു ഇന്നലത്തെ. പറയുന്നത് കറക്റ്റ് മനസ്സിലാവുന്നില്ല. മറ്റേ K വാല്യൂല് മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോ കറക്റ്റ് ചെയ്തത്. പിന്നെന്താ വന്ന മിസ്റ്റേക്ക്? അല്ല ഇന്നലെ സാറ് ഇന്ന് ടോയമില് KSH×PM/πd² അല്ലേ? അതെ. ഇന്നലെ സാറ് എഴുതിയത് ടോയം KS×PM/πd² എന്നേനു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഇത് കറക്റ്റ് ആണ്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അത് നൊട്ടേഷനിൽ വന്ന മിസ്റ്റേക്ക് ആയിരുന്നു. 11,586.12 യെസ് എക്സാക്ട്ലി. 11,000 586.123. യെസ് 582 ആണ് കിട്ടിയത്. 586 ഡിവൈഡ് ബൈ d², റൈറ്റ്? ഓക്കെ. സിമിലർലി അടുത്ത വേരിയബിൾ സ്ട്രെസ്. അല്ല ഇത് മീൻ സ്ട്രെസ് അല്ലേ? 11,000 അല്ലേ? 11,586. So your mean stress value solve ചെയ്ത് കഴിഞ്ഞാൽ 11,586 divided by d² എന്ന് കിട്ടും. Similarly amplitude stress. Sir, 56741.04. Yes, 5741 divided by d². Right. Clear അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ using the factor of safety equation ബാക്കി കാണാം. 1 by factor of safety is equal to mean minus A divided by yield tensile strength plus 2 times A divided by endurance strength. Substitute the value and find the diameter. Small d. കിട്ടിയോ?
5.73. എത്രയുടെ 5.73 സെക്കൻഡ് എത്രടാ 5.72. 5.72 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കാം. 1 divided by 1.25 is equal to 1152 divided by d square minus d square 5741 divided by d square divided by 770 plus 2 into 5741 divided by d square divided by endurance strength 350. ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എത്ര കിട്ടി? ഇത് സോൾവ് ചെയ്യുമ്പോൾ d square is equal to something എന്ന് വരും. സ്ക്വയർ റൂട്ട് എടുക്കാം. 7.105. യെസ്. വൈഷ്ണവ് ഒന്ന് ചെക്ക് ചെയ്യേ. ചെറിയ എറർ വന്നിട്ടുണ്ട്. So that's it. Solving you will get the diameter as 7.105 mm. Okay. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫറ്റീഗ് ലോഡിംഗ് വരുന്ന സമയത്ത് ആകെ കൂടെ വരുന്ന വേരിയേഷൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമാണ്, ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിൽ മാത്രമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ മീൻ ഡയമീറ്റർ വിച്ച് ഇസ് സ്മോൾ d into c. Right. Similarly, number of turns കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ബാക്കി എല്ലാ വാല്യൂസും ഗിവൺ ആണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ. അതിനെ മാക്സിമം നമ്പർ ഓഫ് ടേൺസ് എടുക്കുക. ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ കണ്ടീഷൻ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N. ഇത്രയും കാണാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻ അല്ലെ. നമ്പർ ഓഫ് ടേൺസ് ഓക്കെ. ഫ്രീ ലെങ്ത് കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദ ഫിഫ്ത്ത് വൺ ഈസ് ടു ഫൈൻഡ് ദ ഫ്രീ ലെങ്ത്. ഓക്കെ. ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യുക, എല്ലാ വാല്യൂസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദ ഫ്രീ ലെങ്ത്. ഓക്കെ. അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് അതിന് വേണ്ടിയിട്ട് സമയം കളയണ്ട. ഇതാണ് ഇതിന്റെ മെയിൻ സ്റ്റെപ്പ്. ഫറ്റീഗ് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അതിലെ മാക്സിമം സ്ട്രെസ്സും പിന്നെ മിനിമം സ്ട്രെസ്സും ഉണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് എന്ത് കാണാം? അത് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും അതുപോലെ മീൻ സ്ട്രെസ്സും കാണാം. പിന്നെ അത് ഫാക്ടർ സേഫ്റ്റിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വരാൻ ചാൻസ് ഉള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന് ഫറ്റീഗിന്റെ പ്രോബ്ലം ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ആണ് ചിലപ്പോൾ വന്നേക്കുക. ഓക്കെ. കാരണം നമുക്ക് നേരത്തെ തന്ന മറ്റേ സ്റ്റാറ്റിക് ലോഡിങ്ങിന്റെ കേസിലുള്ള ആ ഒരു പ്രോബ്ലം ഇതായിട്ട് കൺഫ്യൂഷൻ വരരുത്. കാരണം ഫറ്റീഗ് ആണ് പ്രോബ്ലം എങ്കിൽ അതിലൊരു എൻഡ്യൂറൻസിന്റെ ടേം ഉണ്ടാവും. ചിലപ്പോൾ എൻഡ്യൂറൻസിന്റെ ടേം വേണമെന്ന് നിർബന്ധമില്ല. കാരണം എൻഡ്യൂറൻസ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഡാറ്റാ ബുക്കിൽ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ദ ലോഡ് ഇഫ് ഇറ്റ് ഇസ് വാരിയിങ് ഫ്രം സം സർട്ടൻ വാല്യൂ ടു നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഒബ്വിയസ്ലി എ ഫറ്റീഗ് പ്രോബ്ലം. റൈറ്റ്. നോർമൽ കേസിൽ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് തരും. ഓക്കെ. അങ്ങനെ തരാത്ത കേസൊന്നും വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. റൈറ്റ്. ഓക്കെ. സോ ദിസ് ഈസ് ഇറ്റ്. എത്രയേ ഉള്ളൂ. ഇതാണ് ഫറ്റീഗിന്റെ പ്രോബ്ലം. റൈറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫറ്റീഗ് പ്രോബ്ലം ഓഫ് spring. Right. Okay, now we have one concept based on the spring. It is called surge in springs. Okay. We got it. Baki okay aladu baki. Cheyule. Cheyule. Okay. Okay. Now see, സ്പ്രിങ്ങിന് ഉണ്ടാവുന്ന ഒരു ഫെയിലിയർ കണ്ടീഷൻ ആണ് ശരിക്കും സർജ് ഇൻ സ്പ്രിങ്സ് എന്ന് പറയാം. ഓക്കെ. So if suppose we have a spring, something like this, okay, rough sketch ആണ്. Okay. ഓക്കെ. ഓക്കെ. ഒരു സ്പ്രിംഗ് ആണെന്ന് സങ്കല്പിക്കാം. Okay, ഒരു spring ആണ്. Right. Now, see, when you are applying a load on the spring, see what happens is, ഇത് ഒരു ലോഡ് കൊടുക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് എല്ലാ കോയിലും ഒരേ സമയത്ത് ഒരുപോലെ കംപ്രഷൻ അല്ല ഉണ്ടാവുക അല്ലെ. നമ്മളിങ്ങനെ ഒരു ഇൻ ഡീറ്റെയിൽ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ the compression will start from top. First of all, this one will compress. Okay, this one will compress.
and then this compression will be transferred to the next one, and in turn this will transfer the compression to the next one, and this moves and it reaches the bottom. Correct. So this is the manner in which this is a compression wave transfers from the top to bottom. Correct. Now, if the load is actually a varying load, okay, so if it is a constant load, even if it is a constant load, the variation in the compression will travel something like this. അല്ലെ ഞാൻ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഒരു ലോഡ് വരുന്ന സമയത്ത് ഒരേപോലെ ഓരോ കോയിലും ഒരേപോലെ ഒരുമിച്ച് ഒരേപോലെ എല്ലാ കംപ്രഷനും ഉണ്ടാവുക അല്ലെ. ആ പെർട്ടിക്കുലർ മൊമെന്റ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ കംപ്രഷൻ വരും, ആദ്യം ഇത് കംപ്രസ്ഡ് ആവും, കുറച്ച് കഴിയുമ്പോൾ ഇത് പതുക്കെ അടുത്തേക്ക് ട്രാൻസ്ഫേർഡ് ആവും, ഇത് അടുത്തേക്ക് ട്രാൻസ്ഫേർഡ് ആവും, അടുത്തേക്ക് ട്രാൻസ്ഫർ ആവും, ആൻഡ് ദിസ് transfers to the bottom, right? Right. Now, if the load applied on this one is a varying load, if the load, the nature of the load is a varying load, what happens is there will be a wave travel, right? So first of all, when a varying loading is applied over here, the load will be transferred from first one to the second one to the third one to this one, and finally it reaches the bottom. And what happens there is, now after reaching the bottom, what happens is this, there will be a reaction in the upward direction, right? See, ഒരു വേവ് ടോപ്പിൽ നിന്ന് വന്ന് ഈ വേവ് അതുപോലെ താഴെ വരെ എത്തി, അതിനുശേഷം എന്താവും, ആ സ്പ്രിങ് റീബൗണ്ട് ചെയ്ത സമയത്ത് ദിസ് വേവ് വിൽ റിട്ടേൺ ബാക്ക് അല്ലെ, ആ കംപ്രഷൻ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. ഓക്കെ, now if the time interval between the load application, now if the time interval between the load application is equal to the time required for the wave to travel from one end to the other end, to travel from one end to the other end, something will have happened. Okay, ഞാൻ പറയാം. ഓക്കെ, ആ സംതിങ് എന്താണെന്ന് നമുക്ക് ഫിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനീഷ്യലി വേവ് പ്രൊപ്പഗേഷൻ ഒക്കെ, സോ ഒരു വാരിയിങ് ലോഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇനിഷ്യലി ദിസ് വിൽ മൂവ് അല്ലെ, നമ്മൾ ഇനിഷ്യലി ഒരു ലോഡ് കൊടുത്തു, ദിസ് വിൽ പ്രൊപ്പഗേറ്റ് ഇൻ ദിസ് ബോട്ടം ഡയറക്ഷൻ. എങ്ങനെ ഒരു വേവിന് ഇതിലെ കംപ്രഷൻ ഫസ്റ്റ് വൺ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് അടുത്തേക്ക് ട്രാവൽ ചെയ്ത് അങ്ങനെ ബോട്ടത്തിലെത്തി കഴിയുമ്പോൾ എന്തായി, ഒരു റിയാക്ഷൻ വരും. ഈ റിയാക്ഷൻ തിരിച്ച് ട്രാവൽ ചെയ്യും അല്ലെ, ഈ ഒരു കംപ്രഷൻ തിരിച്ച് ട്രാവൽ ചെയ്യും. ആൻഡ് if the time interval between the load application, okay, നമ്മൾ അടുത്ത ലോഡ് അപ്ലൈ ചെയ്യുന്ന ടൈം ഇന്റർവെല്ലും അതുപോലെ തന്നെ വേവിന് തിരിച്ച് മുകളിലെത്താനുള്ള ടൈം ഇന്റർവെല്ലും ഈക്വൽ ആവുകയാണെങ്കിൽ, ഓക്കെ, അത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് രണ്ട് വേവും തമ്മിൽ there will be a collision between the both the waves. Okay, then what will happen? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? പണ്ടേ കേൾക്കുന്ന ഒരു ടേം ആണ്, എന്ത് സംഭവിക്കും? ഒന്നിന്റെ yes, exactly, എന്ത് സംഭവിക്കും? Resonance will happen, right? A resonance will occur, right? Now if resonance occurs, so actually in terms of vibration പറയാം. Okay, so if the frequency of vibration of the wave towards the bottom direction, when it equals the natural frequency of the spring, when it equals the natural frequency of the spring, what happens is the resonance will occur. Okay, when the resonance occur, if the resonance occurs, resonance or damaging effect, then the spring will fail. Okay, and due to this phenomenon, the spring will fail. Okay, and this particular condition is called a surge in springs. Okay, so this particular condition, it is called a surge in springs. Okay, now to prevent this surge in spring, the natural frequency of spring should at least be 20 times the frequency applied. Okay, so natural frequency
should be at least 20 times the applied frequency. Applied frequency applied frequency. Okay, natural frequency should be at least, and the natural frequency of the springs is given by the equation, and the natural frequency is given by the equation Fn is equal to d divided by 2 pi capital D square n into square root of 6 into g divided by rho cycles per second. Okay, where d is your diameter of the wire, capital D is the mean diameter, n is the number of active turns, and the g is the rigidity modulus, small g is acceleration due to gravity, and rho is the density of the spring. Okay, so that's it. Okay, so this will give you the natural frequency of the spring. Okay, so in short, surge in spring എന്ന് പറഞ്ഞാൽ സ്പ്രിംഗിൽ ഉണ്ടാവുന്ന റെസൊണൻസിനാണ് നമ്മൾ surge in spring എന്ന് പറയുന്നത്. ഡാമേജിങ് എഫക്റ്റ് ആയിരിക്കും, that will break the spring or it will make the spring to fail. Okay, to avoid that, എന്ത് ചെയ്യണം, you have to increase the frequency. You should keep the natural frequency of the spring at least 20 times the applied frequency. Okay, and natural frequency again using this equation. Okay, you can find the natural frequency. Okay, and there are different methods to eliminate the surge in springs. Okay, so those methods, note here to eliminate surge in springs. Surge in springs. The first one is by using friction dampers. By using friction dampers on the center coil so that the wave propagation dies out. On the center coil such that wave propagation dies out. Okay, second method, by using springs of high natural frequency. Okay, by using springs of high natural frequency. And the third method, last method, is by using spring having pitch of the coil near the ends different than at the center. To have different natural frequencies. Okay, to have different natural frequencies. Right. So these are the different methods by which the surge in spring can be eliminated. ഒന്ന് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഡാമ്പേഴ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. കാരണം അവിടെ ഫ്രിക്ഷനെ അവിടെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റൈറ്റ്, you can use the friction dampers on the center of the coil. Okay, such that നമുക്കിപ്പോ എപ്പോഴാണ് പ്രശ്നം വരുന്നത്, തമ്മിലൊരു കൊളീഷൻ വരുന്ന സമയത്താണ് അതിന്റെ വേവ് പ്രൊപ്പഗേഷൻ രണ്ടും ടോപ്പിലും ബോട്ടമിലും വരുന്നതിന്റെ ഒരു കൊളീഷൻ സംഭവിക്കുന്ന സമയത്താണ് അത് മാഗ്നിഫൈ ചെയ്തിട്ട് അവിടെ ഒരു പിന്നെ എന്താ സംഭവിക്കുന്നത്, ഒരു റെസൊണൻസ് ഉണ്ടാവുന്നത്. റൈറ്റ്, so to avoid this one you can either use friction dampers on the center of the coil. Second thing, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ you should have a natural frequency which is at least 20 times greater than the applied frequency. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് is by using a spring having high natural frequency. Okay, now similarly by using spring having pitch of the coil near the ends different than at the center. Okay, എന്ന് വെച്ചാൽ ഡിഫറെന്റ് പിച്ച് വരുന്നത് ബേസിലും സെന്ററിലും വരുമ്പോൾ ഡിഫറെന്റ് പിച്ച് വരുന്ന ടൈപ്പുള്ള കോയിൽ. അങ്ങനെ ആകുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ സെന്ററിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയും എൻഡിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസിയും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ റെസൊണൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നമുക്ക് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ്. സോ ദിസ് കംപ്ലീറ്റ്സ് സർജ് ഇൻ സ്പ്രിങ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇത് കൂടാതെ കോൺസെൻട്രിക് സ്പ്രിങ്ങിന്റെ കൺസെപ്റ്റുകൾ അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പെട്ടെന്ന് പറഞ്ഞു വിടാം.
വേറൊന്നുമില്ല, രണ്ട് ഹെലിക്കൽ സ്പ്രിങ് കോൺസെൻട്രിക് ആയിട്ട് ഒന്നിന്റെ മുകളിൽ അടുത്തത് വെക്കുന്ന ഒരു കണ്ടീഷനാണ് കോൺസെൻട്രിക് സ്പ്രിങ്. സെയിം മെറ്റീരിയൽ ആയിരിക്കും, അതേപോലെ അതിന്റെ പിന്നെ ഡീഫോർമേഷൻ എല്ലാം സെയിം ആയിരിക്കും. അങ്ങനത്തെ കേസിന്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇത് രണ്ടിന്റെയും കേസ് ഇക്വേറ്റൈസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ അതിന്റെ കൺസെപ്റ്റും അതേപോലെ അതിന്റെ ഒരു പ്രോബ്ലം നിങ്ങളുടെ തേർഡ് അസൈൻമെന്റ് ആയിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ആണ്, നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് സ്പ്രിങ്ങിന്റെയും കേസിൽ സംഭവം ഇക്വേറ്റ് ചെയ്യുക, ഒരു ചെറിയൊരു ഫോർമുലയിലേക്ക് എത്തുക, അത് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ഞാൻ എങ്ങനെ വരുന്നുള്ള കേസൊക്കെ ഞാൻ അടുത്ത ഒരു അവറിൽ സ്പീഡായിട്ട് പറയാം. പ്രോബ്ലം നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ഡേ ലീ സ്പ്രിങ്ങിലേക്ക് പോവാം. ഓക്കെ.